മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടിയിരിക്കുന്നു. ജൂൺ 1 വരെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, എന്തടിസ്ഥാനത്തിലാണ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്? എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? അനിൽ നമ്പ്യാർ, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനായാണ് മദ്യനയ അഴിമതി കേസിൽ നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിന്മേൽ കഴിഞ്ഞ ദിവസം തന്നെ വാദം പൂർത്തിയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ മുൻപോട്ട് വെച്ചിട്ടുള്ള വാദങ്ങൾ: ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്; രണ്ട്, ഡൽഹിയും പഞ്ചാബും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലും ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ എന്നുള്ള രീതിയിലും നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടേണ്ടതും പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടതുമുണ്ട് എന്ന ആവശ്യം കൂടിയും അരവിന്ദ് കെജ്രിവാൾ മുൻപോട്ട് വെച്ചിരുന്നു. ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഇടക്കാല ആശ്വാസം കെജ്രിവാളിന് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജൂൺ 1 വരെയും ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ജൂൺ 2-ന് തിരിച്ച് തിഹാർ ജയിലിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് മുൻപിലേക്ക് നൽകിയിട്ടുണ്ട്. മദ്യനയ അഴിമതി കേസിൽ മാർച്ച് 21-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നൽകിയിട്ടുള്ള കുറ്റപത്രത്തിലും ഈ ജാമ്യാപേക്ഷയിന്മേൽ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാട്ടിയത് ഡൽഹി മദ്യനയ അഴിമതി കേസിന്റെ സൂത്രധാരനും ആ കേസിന്റെ അല്ലെങ്കിൽ ഈ അഴിമതിയുടെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതും അത് ആസൂത്രണം ചെയ്തിട്ടുള്ളതും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള നിയമത്തിന്റെ ഇളവ് അരവിന്ദ് കെജ്രിവാളിന് നൽകരുത് എന്ന വാദം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റോസ് അവന്യൂ കോടതിയിലും ഒപ്പം സുപ്രീം കോടതിയിൽ ഇടക്കാല ജാമ്യാപേക്ഷയിന്മേലും നൽകിയിരുന്നു. കേസിന്റെ മെറിറ്റും ഒപ്പം അതിൽ കെജ്രിവാളിന്റെ പങ്കിനും അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്നതിനായുള്ള അപേക്ഷ അരവിന്ദ് കെജ്രിവാൾ മുൻപോട്ട് വെച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ഇടക്കാല ഇളവ് അരവിന്ദ് കെജ്രിവാളിന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടോ? എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകരുത്, അങ്ങനെയുള്ള കർശനമായിട്ടുള്ള നിബന്ധനകൾ എന്തെങ്കിലും കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അരവിന്ദ് കെജ്രിവാളിനോട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തരുതെന്ന കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നതിനുള്ള വിലക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലവിൽ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവത്തിൽ ഉന്നയിച്ചിട്ടില്ല. വിധി പ്രസ്താവത്തിന്റെ മുഴുവൻ രേഖയും പുറത്തു വരുമ്പോൾ എന്തെല്ലാമാണ് ഈ ജാമ്യം അനുവദിച്ചതിനുള്ള വ്യവസ്ഥകൾ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും കർശനമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിട്ടുള്ളത്. നിലവിൽ ജൂൺ 1 വരെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഫലപ്രഖ്യാപനം വരെ, അതായത് ജൂൺ 4-ാം തീയതി വരെ, ഈ ഫലപ്രഖ്യാപനം കഴിയുന്നത് വരെ ജാമ്യം അനുവദിക്കണം എന്നൊരു ആവശ്യം മനു അഭിഷേക് സിംഗ്വി അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് കഴിയുന്നത് വരെ ജാമ്യം നൽകാം എന്ന തീരുമാനമാണ് സുപ്രീം കോടതി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ അരവിന്ദ് കെജ്രിവാൾ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ആം ആദ്മിക്ക് സ്വാധീനമുള്ള 2 സംസ്ഥാനങ്ങൾ, ഒന്ന് ഡൽഹിയും ഒപ്പം പഞ്ചാബുമാണ്. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ ഈ മാസം 25-നും ഒപ്പം പഞ്ചാബിലെ 13 ലോക്സഭാ മണ്ഡലങ്ങൾ ജൂൺ 1-നുമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഈ 2 തീയതികളിലാണ്, മെയ് 25-നും ജൂൺ 1-നുമാണ് ഡൽഹിയിലെയും പഞ്ചാബിലെയും വോട്ടെടുപ്പ്. അവിടെയാണ് കാര്യമായി ആം ആദ്മിക്ക് പ്രചാരണ പ്രവർത്തനങ്ങളുള്ളതും. അക്കാര്യങ്ങൾ കൂടി നിരീക്ഷിച്ചുകൊണ്ടാണ് ജൂൺ 1 വരെയും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിട്ടുള്ളത്. തീർച്ചയായും തിഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്നുള്ളതാണ്. ജാമ്യ വ്യവസ്ഥകൾ, അതിന്റെ ജാമ്യത്തിന്റെ ഓർഡർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി തിഹാർ ജയിലിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഇന്ന് വൈകിട്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാവും തൽക്കാലത്തേക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ജൂൺ 2-ന് വീണ്ടും തിഹാർ ജയിലിൽ കീഴടങ്ങണം. ഇതേ കേസിൽ മുൻപ് പിടിയിലായിട്ടുള്ള മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും തിഹാർ ജയിലിൽ തുടരുകയുമാണ്. അനിൽ നമ്പ്യാർ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ജൂൺ 1 വരെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.